നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാറകത്തെയാണ്. മൊറേക്സിയ കുടുംബത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ഹിസ്പിഡ എന്നാണ്. നാട്ടിൻ പ്രദേശങ്ങളിൽ എരുമനാക്ക് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ അജാജി, അജാക്ഷി, കാഗോദുംബര, മലായു, രാജഫൽഗു എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഇടത്തരം വൃക്ഷമായിട്ടാണ് ഇത് കൂടുതലായി വളരാറുള്ളത്. ഏകദേശം 4000 അടി മുകളിലുള്ള പ്രദേശത്തും നനവാർന്ന ഇടങ്ങളിലും നിത്യഹരിത വനങ്ങളിലും ഈ പാറകം വളർന്നു പിടിക്കാറുണ്ട്. ഇത് വലുതായി വൃക്ഷമായി കഴിഞ്ഞാൽ ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് ഒരു ചാരമോ തവിട്ടും നിറമോ ആണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ ഇതിൻ്റെ തൊലി മുറിച്ചു കഴിഞ്ഞാൽ ഒരു പാൽക്കറയും ഇതിൽ നിന്ന് വരാറുണ്ട്. മഞ്ഞ കലർന്ന വെളുത്ത നിറമുള്ളതിൻ്റെ തടി ഈടുമുറപ്പുമില്ലാത്തതുകൊണ്ട് തന്നെ കെട്ടിടപ്പണികൾക്കൊന്നും ഇത് ഉപയോഗിക്കാറില്ല. വളരെ പരുപരുത്തതാണ് ഇതിൻ്റെ ഇലകൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മീനാകൃതിയിലാണ് ഉണ്ടാവാറുള്ളത്. ഏകദേശം ഒരു 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളമാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഒക്ടോബർ മുതൽ ഡിസംബർ മാസങ്ങളിലാണ് ഇത് പൂവിടാറുള്ളത്. ഇത് പത്രകക്ഷങ്ങളിലോ ശാഖകളിലോ ആണ് പൂങ്കുലയായി കാണപ്പെടാറുള്ളത്. പച്ചയായിട്ടുള്ള രോമിലമായ മാംസളമാണ് ഇതിൻ്റെ ഫലം. അത് പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. തണ്ടിൽ നിന്നും വിത്തിൽ നിന്നുമാണ് ഇതിൻ്റെ പ്രജനനം നടക്കാറുള്ളത്. ഇതിൻ്റെ ഇല കാലിത്തീറ്റയായും അതുപോലെ ഈ മിനുസപ്പണികൾക്കും ആനക്കൊമ്പ് മിനുസപ്പെടുത്തുവാനുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ത്വക്ദോഷം, വ്രണം, അർശസ്, മലത്തിലൂടെ രക്തം പോവുക ഇങ്ങനത്തെ അസുഖത്തിലൊക്കെ ഇത് സാധാരണയായി ഉപയോഗിച്ചു വരാറുണ്ട്. തൊലിയും പഴവുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. പാറകത്തിൻ്റെ ഇല ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇല ഭയങ്കര ഒരമുള്ളതായിരിക്കും. സാധാരണ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഈ എക്സിമ എന്ന രോഗം, ഈ കട്ടിയായിട്ടുള്ള ത്വക്ക് രോഗത്തിൽ അതിൻ്റെ ഇല കൊണ്ട് മെല്ലെ ഇങ്ങനെ ഉരയ്ക്കായിരിക്കും. അതിൽ വെള്ളം തിളപ്പിച്ചിങ്ങനെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കട്ടി പോകും. അതുപോലെ ഈ മുടി വട്ടണ പോണതിൽ ഈ പാറകത്തിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അവിടെ മുടി വരും. പിന്നെ ഇത് ത്വക്ക് രോഗത്തിനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഇതിട്ടിട്ട് എണ്ണ കാച്ചിട്ട് തേക്കാം. ഈ താരന് ഇതിട്ട് എണ്ണ മൂപ്പിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ താരൻ കുറച്ച് കുറയും. പിന്നെ എന്നിട്ട് ഈ പഴം നല്ല പോഷകമാണ്. ഈ അവസ്ഥയിൽ പഴം കൊടുത്തു കഴിഞ്ഞാൽ ഗർഭത്തിന് വളരാനുള്ള ന്യൂട്രീഷൻ ധാരാളമുണ്ട്. അതുപോലെ ഈ രക്താതിസാരത്തിൽ ഇതിൻ്റെ പഴം ഒരു 4 എണ്ണം അതിൻ്റെ നീരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തേനും ചേർത്ത് കഴിഞ്ഞാൽ അതും കുറയും.